വെൽക്കം ടു റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പോത്താനിക്കാടുള്ളൊരു സ്ഥലമാണ്. 60 സെൻറ്റ് സ്ഥലം, നല്ല ആദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ, തെങ്ങ്, കരിയാപ്പ്, മാവ് എന്ന് വേണ്ട എല്ലാവിധ സാധനമുള്ളൊരു 60 സെൻറ്റ് സ്ഥലം. വീടിന് നമ്മൾ വില കൂട്ടണ്ട. ഇതേ കാണുന്നതാണ് റോഡ്. വെറും 50 മീറ്റർ മാത്രമാണ് മെയിൻ റോഡിൽ നിന്നുള്ളത്. നല്ല ഏത്തവാഴ വെച്ചിട്ടുണ്ട്, ഇഷ്ടമാതിരി ഏത്തവാഴ വെച്ചിട്ടുണ്ട്. റംബൂട്ടാൻ, കരിയാപ്പ് എന്ന് വേണ്ട എല്ലാവിധ സാധനമുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് മെയിനായിട്ട് റോഡിനടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അടുത്തൊക്കെ വലിയ പോഷ് വീടുകളാണ്. അപ്പോൾ നല്ലൊരു വീട് പണിയാനായിട്ട് നല്ലൊരു സ്പേസ് ആവശ്യമുള്ളവർക്ക് നമുക്ക് പറ്റിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ പറ്റില്ലാത്ത കിണർ വെള്ളം പൊടിയെ കയറി കിടക്കാറുണ്ട്. ഇതിൻ്റെ ബൗണ്ടറി ചെയ്ത ഈ വാഴയൊക്കെ നട്ടേക്കണതൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ടാണ് എല്ലാം നട്ടേക്കണത്. ഇതാണ് പ്ലാവുണ്ട്, കൊടംപുളിയുണ്ട്, എന്താ ജാതിയുണ്ട്. ഇതാണ് ഇതിൻ്റെ അതിര് കാണുന്നത്. ഇതെല്ലാം ചുറ്റും മതിൽ കെട്ടി തിരിച്ചേക്കണതാണ്. 2-3 വലിയ പ്ലാവ് ഇവിടെ നിൽക്കുന്നുണ്ട്. തെങ്ങുണ്ട്, തെങ്ങിനകത്ത് വലിയ കായില്ലേലും അടയ്ക്കാമ്പരം കാര്യങ്ങളും എല്ലാം ഉണ്ട്. മാവും തൈ ആണെങ്കിൽ ഇഷ്ടംപോലെയുണ്ട്. റംബൂട്ടാൻ കുറേ വെച്ചിട്ടുണ്ട്. ഒരു 10-15 റംബൂട്ടാൻ തൈകൾ ഇതിനകത്തുണ്ട്. ഇത് റംബൂട്ടാൻ ഇഷ്ടമാതിരി ഉണ്ടായി കിടക്കുന്നുണ്ട്. വലയിട്ട് വെച്ച് നോക്കുക. അതുപോലെ ഇവിടെ ഒരു പ്ലാവുണ്ട്. വീടിന് വില നോക്കണ്ട, കാര്യം എനിക്ക് ഈ സ്ഥലത്തിൻ്റെ വില പുള്ളി ചോദിക്കുന്നുള്ളൂ. അത് ഈ മുകളിലത്തെ തെറ്റ് ഭൂമിയോടെയുണ്ട്. ഇത് പഴയകാല അരകളിലൊക്കെ ഇരുന്നൊരു പഴയ വീടാട്ടോ. ഇത് വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു. നോക്കി പഴയ ഷീറ്റ് മേഞ്ഞിട്ട് കൊടുത്തേക്കുന്നൊരു വീടായിരുന്നു. ഇവിടെയുണ്ട് മാവ്. ഇതാണ് ഈ മുകളിലത്തെ തെറ്റെന്ന് കാണിച്ചിരിക്കുന്നത്. ഇതല്ലോ, ഇതിൻ്റെ അകത്ത് ഇതേ കാണുന്ന അതിര് വരെയുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ഥലം. ഇതിനകത്തുകൊണ്ട് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്. ഇതേ കാണുന്ന തെറ്റും ഇതിനകത്ത് വെട്ടോ. മൊത്തം വരുന്നത് 30 സെൻറ്റ് സ്ഥലം. വിലഭാഗങ്ങൾ തന്നെ വില ഇതിന് ചോദിക്കുന്നത് 60 ലക്ഷം രൂപ. പലരും കേക്കിള്ളാന്ന് പറയും, വില പറയുന്നത് കേട്ടിട്ടില്ല എന്ന് പറയും. 60 ലക്ഷം രൂപ. അപ്പോൾ 60 ലക്ഷം രൂപയെന്ന് നെഗോഷ്യബിൾ ചെയ്ത് മേടിക്കാം. ഇവിടുത്തെ അടുത്ത വലിയ ടൗണും സൂപ്പർ മാർക്കറ്റൊക്കെ അടുത്തുണ്ടോ? എല്ലാവിധ സാധനവും. ഇതിപ്പോൾ പോത്താനിക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റല് വലിയ ഈ ബൈക്ക് കൊടുക്കും. അത് ആക്രിക്ക് കൊടുക്കാൻ വെച്ചേക്കണം. തൊട്ട് ഫ്രണ്ടിൽ ആക്രിക്കടയുണ്ട്, അവിടെ അടുത്ത ആക്രിക്കടയുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാം. അതായത് ഈ സ്ഥലം ഇങ്ങനെ വരും കേട്ടോ. ഇതാണോ തീ തിട്ട് ഇങ്ങനെ പോകും. ഇത് ആ കൊക്ക നിൽക്കണമെങ്കിൽ അവിടം വരെ എൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിട്ട് അടിച്ച് നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വലിയ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല സൂപ്പറായിട്ടൊരു വീട് വയ്ക്കാവുന്ന ഒരു വെട്ടിക്കെട്ട് ഏരിയ. ഇതേ കാണുന്ന റോഡ്, പറ്റില്ലാത്ത കിണർ വെള്ളം, അത്യാവശ്യം വീതിയുള്ള റോഡാണ്. അതിൻ്റെ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് കണ്ടോ. 2 സൈഡ് ഈ സ്ഥലത്തിൻ്റെ 2 സൈഡ് റോഡാണ്. ഇത് നല്ല വീതി കൂടിയ ഒരു വഴി ആ വീട്ടിലേക്ക് പോകണം. അപ്പുറം അത് വലിയ വീടാട്ടോ, അപ്പുറം പണിതേക്കുന്ന വീട്. എല്ലാം കൊണ്ട് സൗകര്യപ്രദമാട്ടോ. ഈ കാണുന്ന കേട്ടോ റോഡ് 50 മീറ്റർ ഉണ്ട്. 50 മീറ്റർ ഇല്ല, 20-30 മീറ്റർ ഉള്ളു റോഡിലേക്ക്. ടാർ റോഡ്, ഹൈവേ ആണത്. പോത്താനിക്കാട് കാളിയാറ് പോകുന്ന പൈങ്ങോട്ടൂർ കാളിയാറ് പോകുന്ന റോഡാണ്. കൊക്കോക്കായൊക്കെ ഉണ്ട്. കൊക്കോക്കായ ചുറ്റും ഒരു കൊക്കോക്കായ ഉണ്ട് കേട്ടോ. അതേ മുകളിൽ നിൽക്കുന്ന ഒരു കൊക്കോക്കായ ഉണ്ട്. ചെടിയൊക്കെ നട്ടാൽ മതിലായിരുന്നു. നല്ല നിരന്ന സ്ഥലം. ഇത് കണ്ടോ, ഇവിടെ ഇപ്പം ഇതാട്ടോ വീട്. ഇത് തൽക്കാലം താമസിക്കുന്നതിന് കുഴപ്പമില്ല, താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. വാടകയ്ക്ക് കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. ഇതിനകത്താണ്ട് 4 ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് വീടിന് വില ഇടാത്ത കാരണം നമ്മളത് വീട്ടിലേക്ക് കയറി നോക്കുന്നുമില്ല, ഒന്നുമില്ല. വീട് കളഞ്ഞു കഴിഞ്ഞിട്ട് നല്ലൊരു വീട് വെച്ച് ടൗൺ ബേസ് ചെയ്ത്, പോത്താനിക്കാട് ടൗൺ ബേസ് താമസിക്കാൻ പറ്റിയ ഏരിയ. എല്ലാ ഹോസ്പിറ്റല്, സ്കൂള്, ചർച്ച് എല്ലാം ഒരു 200 മീറ്റർ ചുറ്റളവിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റോയൽ പ്രോപ്പർട്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.